ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത്. അപ്പം നമുക്ക് ഈ കേക്ക് റെഡിയാക്കാൻ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടാണ്, ഗ്യാസിലാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒരു ബാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം, നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമുക്കിതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പം നമുക്കിത് മിക്സായിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മളിതുപോലെ കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് മിക്സാക്കിയിട്ട് വരുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ തിക്കായിട്ടാണ് വരിക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബാറ്റർ ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററൊക്കെ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ബൗൾ എടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ഈ ബാറ്റർ നമുക്ക് ഒരേ അളവിൽ തന്നെ 2 ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 ബൗളിലേക്ക് ഒരേ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് 1 ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററാണ് കൊണ്ട് റെഡിയാക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പം നമ്മൾ കുറച്ച് കോഫിയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫിയുടെ മിക്സും തന്നെ നമ്മൾ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലൂസായിട്ട് പോവും. ഇപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ആദ്യം സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് കേക്കിൻ്റെ മിക്സാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ആ സ്പൂണിലൊരു 3 സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അത് ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വൈറ്റ് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കുറച്ച് കമ്മിയാക്കിയിട്ട് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും ഇതുപോലെ മാറിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഇതുപോലെ പകുതി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന മുഴുവനായിട്ടും കാണിക്കുന്നുണ്ട്, കാരണം ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ
മുഴുവനായിട്ടും കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഈ 4 മൂലയിലേക്കും ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്, ഒരു സിമ്പിൾ ഡിസൈൻ. അപ്പം നമ്മൾ ഈ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ താഴ് ഭാഗത്ത് മുട്ടണമെങ്കിലേ നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ഡിസൈൻ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു അടിപൊളി ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കേക്ക് റെഡിയാക്കുന്നത് ഗ്യാസിൽ വെച്ചിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ ഡിസൈൻ ചെയ്തതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ നമ്മുടെ കേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പം നമ്മൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ആ ഡിസൈൻ ചെയ്തതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും